ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇൻ ഡെയിലി ലൈഫ് എന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ വളരെ വിശദമായിട്ട് പറഞ്ഞു അല്ലെ, എങ്ങനെയാണ് ഈ AC അല്ലെങ്കിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി വലിയ നഷ്ടമൊന്നും സംഭവിക്കാതെ നമ്മുടെ വീടുകളിലേക്ക് എത്തിക്കുന്ന ആ ഒരു പ്രക്രിയ നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പറയുന്നത് ട്രാൻസ്ഫോർമർ എന്ന് പറയുന്ന ഒരു ഉപകരണം ഉപയോഗിച്ചിട്ടാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഉണ്ടാകുന്ന ഹീറ്റ് ഉണ്ടാകുന്ന നഷ്ടം അല്ലെ, നമ്മൾ H = I²RT അല്ലെങ്കിൽ ജൂൾ നിയമം കാരണം ഉണ്ടാകുന്ന ഹീറ്റ് നമ്മൾ എങ്ങനെയാണ് കുറയ്ക്കുന്നത്? റെസിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടി നമ്മളൊരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ലോ റെസിസ്റ്റിവിറ്റി ഉള്ള അലൂമിനിയം പോലെയുള്ള ഒരു മെറ്റീരിയൽ നമ്മൾ ചൂസ് ചെയ്തു. കറണ്ട് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്താ പറഞ്ഞത്? പവറിന് നഷ്ടം വരാതെ കറണ്ട് കുറയ്ക്കാനുള്ള വഴി എന്ന് പറയുന്നത് എന്താണ്? വോൾട്ടേജിനെ കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ വോൾട്ടേജിനെ കൂട്ടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ട്രാൻസ്ഫോർമർ എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസ്ഫോർമർ നമുക്ക് വിശദമായിട്ട് പഠിച്ചിട്ട് നമുക്ക് ബാക്കി ഡീറ്റെയിൽസിലോട്ട് പോകാം. അപ്പോൾ ട്രാൻസ്ഫോർമർ എന്തുവാണ് ട്രാൻസ്ഫോർമർ എന്ന് പറഞ്ഞാൽ, അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ട്രാൻസ്ഫോർമർ നേരിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കണ്ടു പരിചയമുള്ളത് ഈ കാണുന്ന ഇത്രയും ഭംഗിയുള്ള ട്രാൻസ്ഫോർമർ സത്യം പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകത്തില്ല. നമ്മൾ റോഡ് സൈഡിൽ ഇരിക്കുന്ന KSEB ബോർഡൊക്കെ വെച്ചിട്ടുള്ള ഒരു മെറ്റൽ കൂടിനകത്ത് ഇരിക്കുന്ന സാധനം ഇത്ര ഭംഗിയൊന്നും ഉണ്ടാകത്തില്ല, എങ്കിലും ഉണ്ട്. ഇതാണ് ട്രാൻസ്ഫോർമർ. ഇനി നിങ്ങളുടെ വീട്ടിൽ ഈ പറയുന്ന ചില പഴയ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ട്രാൻസ്ഫോമർ വളരെ കുറച്ച് നിങ്ങൾ പണ്ടൊക്കെ നമ്മൾ ഈ TVയും ടേപ്പ് റെക്കോർഡറും ഒക്കെ ചീത്താവുമ്പോൾ കേടാവുമ്പോൾ ഉണ്ടല്ലോ, അതിനൊക്കെ പൊളിച്ചൊക്കെ നോക്കുന്ന ശീലം ഉണ്ടായിരുന്നു കുട്ടിക്കാലത്ത്. എന്നെക്കാളും ഉണ്ടായിരുന്നത് എൻ്റെ ചേട്ടനായിരുന്നു. പുള്ളി ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ സാധനമൊക്കെ കണ്ടിട്ടുണ്ട്. ഇനി പുതിയ പുതിയ ഉപകരണങ്ങൾ ഇതുപോലത്തെ ചെറിയ ട്രാൻസ്ഫോമറുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം എന്താണ് ഈ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു AC കറണ്ടിൻ്റെ, പ്രത്യേകം പറഞ്ഞാൽ DC ട്രാൻസ്ഫോമർ വർക്കാവില്ല, AC കറണ്ടിൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെ കൂട്ടാനോ അല്ലെങ്കിൽ കുറയ്ക്കാനോ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ട്രാൻസ്ഫോർമർ എന്ന് പറയുന്നത്. AC കറണ്ടില് വോൾട്ടേജ് കൂട്ടാനോ കുറയ്ക്കാനോ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ഈ ട്രാൻസ്ഫോമർ പ്രവർത്തിക്കുന്നതിന് പിന്നിൽ ഒരു പ്രവർത്തന തത്വമുണ്ട്. ആ പ്രവർത്തന തത്വത്തിന്റെ പേര് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്നാണ്. എന്തുവാണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ. അപ്പൊ നമ്മൾ തൊട്ട് മുന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച കാര്യവും ഈ ചാപ്റ്റർ പഠിക്കുന്ന കാര്യവും ഒക്കെ കൂടെ ചേർത്തിട്ടാണ് ഈ പറയുന്ന മ്യൂച്വൽ ഇൻഡക്ഷൻ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. നിങ്ങൾക്കറിയാം, എന്തൊക്കെ അറിയാം? ഒരു വൈദ്യുത ചാലകം അല്ലെങ്കിൽ ഒരു കണ്ടക്ടിങ് വയറിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. മോട്ടോർ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിന്റെ പ്രിൻസിപ്പിൾ. അടുത്ത ഒരു കണ്ടക്ടിങ് വയറിനടുത്ത് മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്താൽ ഈ കണ്ടക്ടിങ് വയറിനകത്തോട്ട് കറണ്ട് ഇൻഡ്യൂസ് ആവും. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇവിടെ ഇത് രണ്ടും കൂടി അങ്ങോട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഇത് രണ്ടും കൂടെ ചെയ്യാൻ പോവുകയാണ്. എങ്ങനെ ചെയ്യാൻ പോകുന്നത് നോക്കിയാലോ. അപ്പോൾ സംഭവം നമ്മൾ 2 PVC പൈപ്പ് അങ്ങോട്ട് എടുക്കുക. 1, 2, രണ്ടിലും ഇങ്ങനെ കമ്പി ചുരുളുകൾ ഒരേ ശ്രദ്ധിക്കണം. നിങ്ങൾ ആദ്യത്തെ പൈപ്പിൽ കുറച്ച് കട്ടി കൂടി ഒരു 1.5 ഇഞ്ച് ഡയമീറ്റർ ഉള്ളതും രണ്ടാമത് ഒരു 1 ഇഞ്ച് ഡയമീറ്റർ ഉള്ള 2 PVC പൈപ്പ് എടുത്തിട്ട് 250 ഗ്രാം അല്ലെങ്കിൽ 28 gauge വരുന്ന ഇൻസുലേറ്റഡ് കോപ്പർ വയർ എടുത്തിട്ട് എന്ത് ചെയ്യണം? അതിൻ്റെ മുകളിൽ ഇങ്ങനെ ചുറ്റണം. എന്നിട്ട് നമ്മളൊരു 9 വോൾട്ട് DC സാധാരണ ബാറ്ററിയും ഒരു 9 വോൾട്ട് AC സോഴ്സും എടുത്ത് വെക്കണം. വെച്ചല്ലോ. എന്നിട്ട് ഒരു ഗാൽവനോമീറ്റർ വേണം, ഒരു സോഫ്റ്റ് അയൺ, ഒരു ഇരുമ്പ് കഷ്ണവും വേണം. സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മൾ ആദ്യം ഒന്നാമത്തെ പൈപ്പാണ് ഞാൻ വരച്ച് കാണിക്കുന്നത്. ഒന്നാമത്തെ പൈപ്പിനകത്ത് നമ്മൾ ഇങ്ങനെ കമ്പിച്ചുരുളുകൾ ഇങ്ങനെ ചുറ്റി വെച്ചേക്കുക. എന്നിട്ട് ഇതിലേക്ക് ആദ്യം നിങ്ങൾ എന്ത് കൊടുക്കണം? ഒരു DC സോഴ്സ്, ഒരു ബാറ്ററി അങ്ങോട്ട് കൊടുക്കണം. DC ബാറ്ററിയാണ് DC എന്നുള്ള നീ അറിഞ്ഞുകൊണ്ട ആൾക്കാരൊന്നും ഇല്ലല്ലോ അല്ലേ. അടുത്ത് രണ്ടാമത്തെ കോയിൽ നമ്മൾ എടുത്തു. രണ്ടാമത്തെ കോയിൽ നോക്കിയപ്പോൾ നമുക്കറിയാം കുറച്ച് ചെറുതാണ് അല്ലേ. രണ്ടാമത്തെ കോയിൽ എന്താണ്? കുറച്ച് ചെറുതാണ്. ചെറുതോ വലുതോ ആയിക്കോട്ടെ, എടുക്കുക. എന്നിട്ട് അതിലോട്ട് ഒരു ഗാൽവനോമീറ്റർ കൊടുക്കുക. അപ്പോൾ ഗാൽവനോമീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് അറിയാം അല്ലേ. എന്തിനാണ് ഗാൽവനോമീറ്റർ ഉപയോഗിക്കുന്ന? ഒരു നീഡിലൊക്കെ ഉണ്ടാവും അല്ലേ. അത് വലത്തോട്ട് പോയാൽ വലത്തോട്ട് കറണ്ട്, ഇടത്തോട്ട് പോയാൽ ഇടത്തോട്ട് കറണ്ട് എന്നൊക്കെ ഉള്ളത് നമ്മൾ വളരെ വിശദമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലേ, കണക്ട് 9 വോൾട്ട് DC. അപ്പോൾ 9 വോൾട്ട് DC അതിൻ്റെ സ്വിച്ച് ടു ദ എൻഡ് ഓഫ് ദ ഫസ്റ്റ് കോയിൽ. അപ്പോൾ സ്വിച്ച് ഇടാൻ ഞാൻ മറന്നു. ഞാൻ ഒരു സ്വിച്ചും കൂടി അങ്ങോട്ട് ഇട്ടേ. ഓക്കെ, ഞാൻ സ്വിച്ച് ഇനി ഇടയിൽ വരച്ച് ചേർക്കാൻ ബുദ്ധിമുട്ട്, മായ്ക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ സ്വിച്ചിന് ഇവിടെ കാണിക്കുകയാണ്. ഇതാണ് സ്വിച്ച്. കണക്ട് വോൾട്ട് മീറ്റർ ബിറ്റ്വീൻ ദ എൻഡ് ഓഫ് ദ സെക്കൻഡ് കോയിൽ. അപ്പോൾ ഇവിടെ ഒരു ഗാൽവനോമീറ്റർ അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന വോൾട്ട് മീറ്റർ കൊടുക്കാനാണ്. ശരി, വോൾട്ട് മീറ്റർ കൊടുത്തു. അറേഞ്ച് ദ മസ് ക്ലോസ് as പോസിബിൾ. അല്ലാതെ ഇങ്ങനെ ഗ്യാപ്പ് മാക്സിമം, അതായത് വരയ്ക്കാൻ സൗകര്യത്തിനാണ് ഞാൻ വരച്ചത്. ഈ ഗ്യാപ്പ് മാക്സിമം കുറച്ച് നിങ്ങളിങ്ങനെ ചേർത്ത് എന്ത് ചെയ്യണം? വയ്ക്കണം. എന്നിട്ട് നിങ്ങൾ എന്താ ഒബ്സർവ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകും. ഇതാ കണ്ടു, ഇതാണ് പടം. ഇതാ DC സോഴ്സ്, ബാറ്ററി, ഒന്നാമത്തെ കോയില്, രണ്ടാമത്തെ കോയില് വോൾട്ട് മീറ്റർ അല്ലെങ്കിൽ ഗാൽവനോമീറ്റർ.
ദ സ്വിച്ച് ഈസ് ടേൺഡ് ഓൺ. സ്വിച്ച് ഓൺ ആക്കി, സ്വിച്ച് ഓൺ ആക്കി. ആ സെക്കൻഡിൽ നമ്മൾ ഗാൽവനോമീറ്റർ നോക്കി, എന്ത് ചെയ്തു? നമ്മൾ കാണും അത് ഡിഫ്ലക്റ്റ് ചെയ്തതായിട്ട് കാണും. അത് എന്ത് ചെയ്തതായിട്ട് കാണും? ഡിഫ്ലക്റ്റ് ചെയ്തതായിട്ട് കാണും. സത്യം ഡിഫ്ലക്റ്റ് ചെയ്യും. അത് വലത്തോട്ട് മിക്കവാറും ഡിഫ്ലക്റ്റ് ചെയ്ത് കാണും. അടുത്ത് സ്വിച്ച് ഈസ് ഇൻ ദ ഓൺ പൊസിഷൻ. ശ്രദ്ധിക്കണേ, നമ്മൾ സ്വിച്ച് ഇങ്ങനെ ഓൺ ആക്കി, ടക്ക് ഓൺ ആക്കി ഉടനെ ഡിഫ്ലക്റ്റ് ചെയ്തു. ഇതിൻ്റെ വീണ്ടും എന്ത് ചെയ്യും? അത് പഴയ അവസ്ഥ 0-ലോട്ട് പോകും. അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സ്വിച്ച് ഈസ് ഇൻ ദ ഓൺ പൊസിഷൻ. സ്വിച്ച് ഇങ്ങനെ ഓൺ പൊസിഷനിൽ തന്നെ നിൽക്കുമ്പോൾ അവിടെ ഡിഫ്ലക്ഷൻ ഉണ്ടാവും? ഇല്ല. ഇവിടെ എന്തുണ്ടാവത്തില്ല? നോ ഡിഫ്ലക്ഷൻ. പറഞ്ഞ മനസ്സിലായോ? ഇവിടെ നമ്മൾ സ്വിച്ച് ഓൺ ആക്കി ആ സെക്കൻഡിൽ ഈ പറയുന്ന നീഡിൽ ഒന്ന് അപ്പുറത്തോട്ട് ഇങ്ങനെ ഇത് നീഡില്ലാന്ന് നോക്കാം. സ്വിച്ച് ഓൺ ആക്കി വന്നു, ടിക്ക് ഇങ്ങനെ വെട്ടിയിട്ട് തിരിച്ചു വന്നു, വെട്ടി തിരിച്ചു വന്നു, വെട്ടി തിരിച്ചു വന്നു. സ്വിച്ച് ഓൺ ആക്കി ഉടനെ എന്ത് ചെയ്തു? വെട്ടി തിരിച്ചു വന്നു. എന്നിട്ട് ഓൺ ആക്കി തന്നെ ഇട്ടിരുന്നു കഴിഞ്ഞാൽ ഒരു മാറ്റവും ഇല്ല. ആ നീഡിൽ പഴയ പോലെ 0-ൽ തന്നെ നിൽക്കും. സ്വിച്ച് എപ്പോഴാണ് ഓഫ് ആക്കുന്നത് ആ സെക്കൻഡിൽ നീഡിൽ ഒന്ന് ഡിഫ്ലക്ട് ചെയ്യും. സ്വിച്ച് എപ്പോഴാണ് ഓഫ് ആക്കുന്നത് ആ സെക്കൻഡിൽ ഒന്ന് ഡിഫ്ലക്ട് ചെയ്യും. എന്നിട്ട് വീണ്ടും നമ്മൾ സ്വിച്ച് ഓഫ് ആക്കി തന്നെ വെച്ചിരുന്നാൽ വീണ്ടും കറണ്ട് എന്ത് തന്നെ ആയിരിക്കും? 0-ലായിരിക്കും. അപ്പോൾ സ്വിച്ച് ഓൺ ആക്കിയ സെക്കൻഡിലും സ്വിച്ച് ഓഫ് ആക്കിയ സെക്കൻഡിലും മാത്രം ഇത് എന്ത് ചെയ്തു? ഒന്ന് ഡിഫ്ലക്ട് ചെയ്തു. അപ്പോൾ സ്വിച്ച് ടേൺഡ് ഓഫ് ഡിഫ്ലക്ട് ചെയ്യും, ഓൺ പൊസിഷനിൽ തന്നെ വയ്ക്കുമ്പോൾ ഡിഫ്ലക്ട് ചെയ്യത്തില്ല. അപ്പോൾ എന്താ ഇവിടെ നടന്നത്? അതാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. നോക്കിക്കോ, നമ്മൾ സ്വിച്ച് ഓൺ ആക്കിയപ്പോൾ എന്ത് പറ്റി? സ്വിച്ച് ഓൺ ആക്കിയപ്പോൾ ഇതാ ഇതുവഴി ഒരു കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്തു. എന്ത് ഫ്ലോ ചെയ്തു? ഒരു കറണ്ട് ഇങ്ങനെ കോയിലൂടെ സെക്കൻഡുകളിൽ നടക്കുന്നതാണെങ്കിലും എന്ത് ചെയ്തു? കറണ്ട് ഫ്ലോ ചെയ്തു. നിങ്ങൾക്കറിയാം, വെൻ കറണ്ട് ഫ്ലോസ് ത്രൂ എ കണ്ടക്ടർ, അതിന് ചുറ്റും എന്തുണ്ടാവും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. എന്തുണ്ടാകും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഉണ്ടായല്ലോ? ഉണ്ടായി. സെക്കൻഡിലേ ഉണ്ടായുള്ളൂ. അടുത്ത് ഈ രണ്ടാമത്തത് എന്താണ്? അതൊരു കണ്ടക്ടിങ് വയർ അല്ലേ? അതൊരു വയർ അല്ലേ? അതൊരു കണ്ടക്ടർ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായപ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡ് ആരെ ടച്ച് ചെയ്തിരിക്കുകയാണ്? രണ്ടാമത്തെ കോയിലിനെ ടച്ച് ചെയ്തിരിക്കുകയല്ലേ? കറണ്ട് ശ്രദ്ധിക്കണേ, ഇങ്ങനെ ഇപ്പം ഒന്നാമത്തെ കോയിലിരിക്കുകയാണ്, ഇതിൽ കറണ്ട് ഒന്നുമില്ല. കറണ്ട് വന്ന ഉടനെ അതിന് ചുറ്റും എന്തുണ്ടായി? ടിക് 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 ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി. ആ ഉണ്ടായ സമയം ഇങ്ങനെ കൂടിയല്ലേ വന്നേ. അപ്പോൾ ആ കൂടി വന്ന അത്രയും സെക്കൻഡ്, ആ മൈന്യൂട്ട് സെക്കൻഡിൽ ഈ രണ്ടാമത്തെ കോയിലിൽ ഒരു ചേഞ്ചിങ് മാഗ്നറ്റിക് ഫ്ലക്സ് അല്ലേ ഉണ്ടായത്? പിടികിട്ടിയ? അത് നമ്മൾ സ്വിച്ച് ഓൺ ആക്കി. അപ്പോൾ എന്ത് പറ്റി? മാഗ്നറ്റിക് ഫീൽഡ്, എൻ്റെ വിരൽ മാഗ്നറ്റിക് ഫീൽഡാണ്. ഇത് വളർന്നു അല്ലെ? കറണ്ട് ആദ്യം 0-ൽ നിന്ന് ഇങ്ങനെ കൂടിയല്ലേ വരുന്നത്. അപ്പോൾ എന്ത് പറ്റി? ഇങ്ങനെ ടിക് 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 എന്ന് മാഗ്നറ്റിക് ഫീൽഡ് കൂടി ഇപ്പം കൂടി തന്നെ നിൽക്കുകയാണ്. പക്ഷെ ആ കൂടി വന്ന ആ ഒരു സെക്കൻഡിൽ മാത്രം, രണ്ടാമത്തെ കോയിലുണ്ടായിരുന്ന മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്തില്ലേ? ചേഞ്ച് ചെയ്തു. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഒരു കണ്ടക്ടിങ് വയറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്താൽ അവിടെ ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും. ആ ഇൻഡ്യൂസ് ചെയ്ത കറണ്ടാണ് ആ പറയുന്ന ഗാൽവനോമീറ്ററിനെ ഒന്ന് ഡിഫ്ലക്ട് ചെയ്തിട്ട് വിട്ടത്. കാരണം എന്ത് പറ്റി? ഒരു സെക്കൻഡ് മാത്രമേ ഈ പറഞ്ഞ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്തുള്ളൂ അല്ലേ? 0-ൽ നിന്ന് മാക്സിമത്തിലോട്ട് പോയി, 0-ൽ നിന്ന് എന്തിലോട്ട് പോയി? മാക്സിമത്തിലോട്ട് പോയി. ആ ഒരു സെക്കൻഡ് ചേഞ്ച് ആണ്. 0 ടു മാക്സിമം എന്ന് പറയുന്നത് മാറ്റമല്ലേ? ആ മാറ്റ സമയത്ത് ഒന്ന് ഡിഫ്ലക്ട്. പിന്നെ സ്വിച്ച് ഓൺ ആയി കിടക്കുമ്പോൾ എന്ത് പറ്റും? കറണ്ട് ഉണ്ടാവില്ല. കാരണം എന്താ? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായല്ലോ. മാക്സിമത്തിൽ ഇങ്ങനെ ഫീൽഡ് ചുറ്റും ഇങ്ങനെ അനങ്ങാതെ നിൽക്കുകയാണ്. എപ്പോഴാണ് സ്വിച്ച് ഓഫ് ആക്കുന്നത് എന്ത് പറ്റും? മാക്സിമത്തിൽ നിന്ന് മാഗ്നറ്റിക് ഫീൽഡ് തിരിച്ച് എന്തിലോട്ട് പോകും? 0-ലോട്ട് പോകും. അതായത് ഇങ്ങനെ നിന്ന് മാഗ്നറ്റിക് ഫീൽഡ് കുറഞ്ഞ് 0 ആവും. അങ്ങനെ കുറഞ്ഞ് 0 ആകുമ്പോൾ എന്ത് പറ്റും? അപ്പോഴും ഈ പറയുന്ന രണ്ടാമത്തെ കോയിലുമായി ലിങ്ക് ചെയ്ത ഫ്ലക്സ് മാക്സിമത്തിൽ നിന്ന് 0-ൽ പോയില്ലേ? അപ്പോഴും ഡിഫ്ലക്റ്റ് കിടന്നില്ലേ? അപ്പോഴും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്തില്ലേ? സോ അവിടെ എന്ത് പറ്റി? ഒരു കറണ്ട് ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ ഒരു കോയിലിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അതിന് ചുറ്റും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് മറ്റൊരു കോയിലിൽ ലിങ്ക് ആവുകയും ആ ലിങ്കിങ്ങിൽ ഉണ്ടാകുന്ന വ്യത്യാസം കാരണം രണ്ടാമത്തെ കോയിലിലേക്ക് കറണ്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുകയാണ്. സുഹൃത്തുക്കളെ, ചെയ്യുകയാണ്. അപ്പോൾ അതാണ് നമ്മളോട് നോക്കാം. ഇൻ വിച്ച് സിറ്റുവേഷൻ ഡസ് ദ ഗാൽവനോമീറ്റർ നീഡ് ഡിഫ്ലക്ട്? എപ്പോഴായിരിക്കും? നമ്മൾ സ്വിച്ച് ഓൺ ആക്കിയപ്പോഴും ഓഫ് ആക്കിയപ്പോഴുമാണ് സംഭവിച്ചത്. ഈസ് ദെയർ എ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് ദ കോയിൽ വെൻ ദ സ്വിച്ച് ഈസ് ഇൻ ദ ഓഫ് പൊസിഷൻ? നോ. വാട്ട് അബൌട്ട് വൈൽ ടേണിംഗ് ഇറ്റ് ഓൺ? യെസ്. സ്വിച്ച് ഓഫ് ആക്കിയപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഒന്നുമില്ല, സ്വിച്ച് ഓൺ ആക്കിയപ്പോൾ ഫീൽഡ് ഉണ്ടായി. വൈൽ ടേണിംഗ് ഓൺ ദ സ്വിച്ച് ഡസ് ദ മാഗ്നറ്റിക് ഫീൽഡ് ലിങ്ക്ഡ് വിത്ത് സെക്കൻഡ് കോയിൽ ചേഞ്ചസ്? യെസ് അല്ലേ? കാരണം 0-ൽ നിൽക്കുമായിരുന്നു, ഓൺ ആക്കിയപ്പോൾ ഫീൽഡ് ഉണ്ടായി, അപ്പോൾ രണ്ടാമതായിട്ട് ചേഞ്ച് ചെയ്തു. ഇഫ് സോ വിൽ കറണ്ട് ബി ഇൻഡ്യൂസ്ഡ് ഇൻ ദ സെക്കൻഡ് കോയിൽ? യെസ്. നമുക്ക് എവിടുന്ന് വന്നു എന്നൊന്നും നമുക്കറിയണ്ട. മാഗ്നറ്റിക് ഫീൽഡ് വന്ന് ചേഞ്ച് ചെയ്തോ കറണ്ട് ഉണ്ടാവും. അത് 1-ൽ വന്നോ 5-ൽ വന്നോ എന്നുള്ളതൊന്നും രണ്ടാമത്തെ കോയിലിന് വിഷയമില്ല, ഉണ്ടാവും. വാട്ട് മെത്തേഡ് ക്യാൻ ബി അഡോപ്റ്റഡ് ടു ഇൻഡ്യൂസ് കറണ്ട് കണ്ടിന്യൂസ്ലി ഇൻ ദ സെക്കൻഡ് കോയിൽ? അതായത് നമുക്കറിയാം, സ്വിച്ച് ഓൺ ആക്കിയപ്പോൾ കറണ്ട് വന്നു, സ്വിച്ച് ഓഫ് ആക്കിയപ്പോഴും കറണ്ട് വന്നു, ഇതിനിടയ്ക്ക് കറണ്ട് ഇല്ലായിരുന്നു. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കറണ്ട് വരണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സ്വിച്ചിന് നിങ്ങളിങ്ങനെ ഓൺ ഓഫ് എന്നിങ്ങനെ ആക്കിക്കൊണ്ടിരിക്കണം അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? സ്വിച്ചിന് നിങ്ങൾ
കണ്ടിന്യൂസ് ആയിട്ട് സ്വിച്ചിനെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഓണും ഓഫും ആക്കിക്കൊണ്ടിരുന്നാൽ നമുക്ക് എന്ത് കിട്ടും? കണ്ടിന്യൂസ് ആയിട്ട് കറണ്ട് കിട്ടും. എങ്കിൽ ഈ പറയുന്ന മെത്തേഡ് സ്വന്തമായി ചെയ്യുന്ന ഒരാളുണ്ടല്ലോ. ആരാണവൻ? അവനാണല്ലേ AC. നമുക്ക് AC-യുടെ ഗ്രാഫ് ഓർമ്മയില്ലേ? 0, 0ത്തിൽ നിന്ന് മാക്സിമം, വീണ്ടും 0, നെഗറ്റീവ് മാക്സിമം, 0. ഇത് ഇങ്ങനെയല്ലേ പോണേ? അപ്പോൾ നമുക്കറിയാം AC കറണ്ട് ആണല്ലോ, വൈബ്രേറ്റ് ചെയ്യുന്ന കറണ്ടാണ്. ഇങ്ങനെ ഒരേ ഡയറക്ഷൻ ഓടുന്നതല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാണ്. അപ്പോൾ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. അപ്പോൾ ഒരു AC കറണ്ടിനെയാണ് നമ്മൾ ഇവിടെ കൊടുത്തതെങ്കിൽ നമുക്കറിയാം എന്ത് പറ്റും? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നു, ഇല്ലാതാകുന്നു, ഉണ്ടാകുന്നു, ഇല്ലാതാകുന്നു, ഉണ്ടാകുന്നു, ഇല്ലാതാകുന്നു. അപ്പോൾ ഈ അത്രയും സമയവും സെക്കൻഡറി കോയിലുമായിട്ട് എന്ത് പറ്റും? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നു, എല്ലാം മാഞ്ഞു പോകും. വെരി ബാഡ്. ഒന്നാമത്തെ കോയില്, രണ്ടാമത്തെ കോയിൽ. അപ്പോൾ നമ്മൾ AC ആണ് ഇവിടെ കൊടുക്കുന്നതെങ്കിൽ, നമ്മൾ എന്താണ് കൊടുക്കുന്നത്? AC ആണ് കൊടുക്കുന്നതെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നു, ഇല്ലാതാകും, ഉണ്ടാകുന്നു, ഇല്ലാതാകും, എല്ലാം പോയി. ഇനി ഞാൻ വരയ്ക്കൂല, എനിക്ക് മടുത്തു. അപ്പോൾ എന്ത് പറ്റും? രണ്ടാമത്തെ കോയിലിൽ മാഗ്നറ്റിക് ഫീൽഡ് വന്നു, പോയി, വന്നു, പോയി, വന്നു, പോയി. സോ കണ്ടിന്യൂസ് ആയിട്ട് കറണ്ട് വന്നുകൊണ്ടേയിരിക്കും. ഈ ഒരു പ്രോസസ്സിനെ എന്താ വിളിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒന്നാമത്തവൻ കാരണം രണ്ടാമത്തവനുണ്ടായി. പരസ്പരം ഒരു സഹകരണവും സ്നേഹമൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ പരസ്പരം സഹകരിച്ചുണ്ടാകുന്ന ഇൻഡക്ഷൻ അഥവാ വൈദ്യുതി കണ്ടക്ട് ചെയ്യുന്നു, അകത്തോട്ട് വരികയല്ലേ? ഇതിനെയാണ് നമ്മൾ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? മ്യൂച്വൽ ഇൻഡക്ഷൻ. കൺസിഡർ 2 coils kept close to each other. When the intensity or the direction of the current in one of them changes. ഒന്നാമത്തെ കോയിലിൽ കറണ്ടിന്റെ ഇന്റൻസിറ്റിയോ ഡയറക്ഷനോ ചേഞ്ച് ചെയ്ത് കാരണം മാഗ്നറ്റിക് ഫീൽഡ് ഈസ് അറൗണ്ട് ഇറ്റ് ചേഞ്ചസ്. ആസ് എ റിസൾട്ട് then EMF is induced in the secondary coil. അപ്പോൾ ഒന്നാമത്തെ കോയിൽ കറണ്ട് ചേഞ്ച് ഉണ്ടാകുന്നത് കാരണം മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ഉണ്ടാവുകയും ആ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് കാരണം രണ്ടാമത്തെ കോയിൽ കറണ്ട് ഉണ്ടാവുകയും ചെയ്താൽ ഈ ഫിനോമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്ന സുഹൃത്തുക്കളെ? മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് വിളിക്കുന്നത്. ഈ മ്യൂച്വൽ ഇൻഡക്ഷൻ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഉപകരണമാണ് ആര്? ട്രാൻസ്ഫോർമർ. നോക്കാം. ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നും വ്യത്യാസമൊന്നുമില്ലല്ലോ, നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അല്ലേ? സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ എന്ത് പറ്റുന്നു, ഓഫ് ചെയ്യുമ്പോൾ എന്ത് പറ്റുന്നു, തുടരുമ്പോൾ എന്ത് പറ്റുന്നു നിങ്ങൾക്കറിയാം അല്ലേ? ഗാൽവനോമീറ്റർ റിഫ്ലക്ഷൻ്റെ മലയാളം വിഫ്രം സ്റ്റിച്ചതെന്നാണ്. അത് മനസ്സിലായിക്കോളുമല്ലോ. ഐഡിയ പിടി കിട്ടി കണ്ടു. ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് എഴുതാൻ പറ്റൂലേ? ഇനി ഞാൻ മലയാളം വാക്കിലോട്ട് പോകണോ? ഇൻഡക്ഷൻ, മ്യൂച്വൽ ഇൻഡക്ഷൻ നമുക്ക് നോക്കാം. മലയാളത്തിലും ഇംഗ്ലീഷിലും ഭാഗ്യ വെച്ചാൽ ഇതിന് എന്തെന്ന് തന്നെയാണ് വിളിക്കുന്നത്? മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അപ്പോൾ എന്താണ്? സമീപസ്ഥങ്ങളെന്ന് തന്നെയല്ലേ ഇടയത്? സമീപസ്ഥങ്ങളായി. അപ്പോൾ നിങ്ങൾ ഇയാൾ വലിയ മറ്റേ ഇംഗ്ലീഷുകാരെ മലയാളം വായിക്കാൻ പറ്റാത്തതുകൊണ്ട് എടാ ഇതിപ്പോൾ എൻ്റെ എന്നല്ല, ഏത് സാറുമാരെയൊക്കെ അവസ്ഥ ഇത് തന്നെയാണ്. കാരണം നമ്മൾ കാണുന്ന മലയാളം അല്ലല്ലോ ഈ ടെക്നിക്കൽ വാക്കുകളുടെ മലയാളം. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്, ക്ഷമിക്കണം കേട്ടോ. സമീപസ്ഥങ്ങളായി സ്ഥിതി ചെയ്യുന്ന 2 കമ്പിച്ചുരുളുകളിൽ ഒന്നിലെ വൈദ്യുത പ്രവാഹ തീവ്രതയിലോ അല്ലെങ്കിൽ ദിശയിലോ മാറ്റം ഉണ്ടാകുന്നത് കാരണം ചുറ്റുമുള്ള കാന്തിക മണ്ഡലത്തിൽ മാറ്റം ഉണ്ടാകുകയും ഇതിൻ്റെ ഫലമായി രണ്ടാമത്തെ കമ്പിച്ചുരുളിൽ ഒരു EMF പ്രേരിതമാകുന്നു, ഇൻഡ്യൂസ് ആകുകയും ചെയ്യുന്നെങ്കിൽ ഈ പ്രതിഭാസത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് വിളിക്കുന്നത്. സെറ്റല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, ശരി. ഇനി നമുക്ക് നോട്ടിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കാൻ സമയമായിരിക്കുകയാണ് ഗൈസ്. നോക്കിയോളൂ. What is a transformer? A transformer is a device that works on the principle of mutual induction. അപ്പോൾ എന്തുവാണ്? ഇറ്റ് ഈസ് എ ഡിവൈസ് ദാറ്റ് വർക്ക് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് മ്യൂച്വൽ ഇൻഡക്ഷൻ. എന്ത് പറ്റും? AC-യിൽ വോൾട്ടേജിനെ പവറിൽ വ്യത്യാസമില്ലാതെ മാറ്റുക എന്നുള്ളതാണ് ട്രാൻസ്ഫോർമറിൻ്റെ ജോലി. അപ്പോൾ ട്രാൻസ്ഫോർമറിൻ്റെ പ്രവർത്തന തത്വം മ്യൂച്വൽ ഇൻഡക്ഷൻ. 2 കമ്പിച്ചുരുളുകൾ അടുത്തടുത്ത് വയ്ക്കുമ്പോൾ ഇൻറ്റൻസിറ്റിയിലോ ദിശയിലോ ഉണ്ടാകുന്ന വ്യത്യാസം കാരണം ഒരു കോയിലിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് കാരണം മറ്റൊന്നിലേക്ക് ഒരു EMF ഇൻഡ്യൂസ് ചെയ്താൽ ഈ ഫിനോമിനെ വിളിക്കുന്ന പേരാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. വിളിക്കുന്ന പേരാണ് എന്താ? മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നോക്കിയോ, ഈ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ ആദ്യം കൊടുക്കുന്ന അതേ കറണ്ട് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ അതേ വോൾട്ടേജ് അല്ല ഇപ്പുറത്ത് കിട്ടുന്ന വോൾട്ടേജ് കൂടുകയോ കുറയോ ചെയ്യുമെന്നറിയാം. പക്ഷേ പവർ അത് തന്നെ ആയിരിക്കും. പവർ എനിക്ക് കൂട്ടാൻ പറ്റുമോ കുറയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും. എങ്ങനെ? ഒന്ന്, ഈ ചുരുളുകളുടെ എണ്ണത്തിൽ നമുക്ക് വ്യത്യാസം വരുത്താൻ പറ്റും. അതായത് കൂടുതൽ ചുരുളുകൾ ഇവിടെയും കുറവ് ചുരുളുകളാണ് ഇവിടെയെങ്കിലും ഉറപ്പായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വരുമ്പോഴത്തേക്കും കുറവ് വരും, ഇവിടെ വോൾട്ടേജ് കുറയുന്നതായിട്ട് നമുക്ക് തോന്നും. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഒരു സോഫ്റ്റ് അയൺ കോർ ഇൻസർട്ട് ചെയ്താലും ഇതിൻ്റെ അളവ് കൂടും. കട്ടിയുള്ള വയർ ഉപയോഗിച്ചാലും എന്ത് പറ്റും? ഇതിൻ്റെ അളവ് കൂടും. അപ്പോൾ ഇതിനെ നമുക്ക് എന്തെന്ന് പഠിക്കാം? ഫാക്ടേഴ്സ് ദാറ്റ് അഫക്റ്റ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞ് പഠിക്കാം. അപ്പോൾ എന്തൊക്കെയാണ്? ചുരുളുകളുടെ എണ്ണം കൂട്ടിയാൽ ഇൻഡക്ഷൻ്റെ അളവും കൂടും. വലിയ ഏരിയ ആണെങ്കിലും ഇൻഡക്ഷൻ്റെ അളവ് കൂടും. ദൂരങ്ങൾ നമ്മൾ കൂട്ടിയാലും ഇൻഡക്ഷൻ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ പറ്റും.
കറക്റ്റായിട്ട് അലൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻഡക്ഷൻ കൂടുതലായിരിക്കും. സോഫ്റ്റ് അയൺ കോർ അകത്തോട്ട് ഇൻസർട്ട് ചെയ്താൽ ഇൻഡക്ഷൻ അളവ് എന്ത് ചെയ്യും? കൂടും. അപ്പോൾ ചുരുളുകളുടെ എണ്ണം കൂട്ടിയാൽ ഇൻഡക്ഷൻ കൂടും, എണ്ണം കുറച്ചാൽ ഇൻഡക്ഷൻ കുറയും. ഏരിയ കൂട്ടിയാൽ ഇൻഡക്ഷൻ കൂടും, ഏരിയ കുറച്ചാൽ ഇൻഡക്ഷൻ കുറയും. ദൂരം കൂട്ടിയാൽ ഇൻഡക്ഷൻ കുറയും, ദൂരം കുറച്ചാൽ ഇൻഡക്ഷൻ കൂടും. പ്രോപ്പറായിട്ട് അലൈൻ ചെയ്താലും കറക്റ്റ് തന്നെ. ഇനി ഒരു സോഫ്റ്റ് അയൺ കോർ ഇൻസർട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പോഴും എന്ത് പറ്റും? ഇൻഡക്ഷൻ കൂടും. സോഫ്റ്റ് അയൺ കോർ ഇല്ലെങ്കിൽ ഇൻഡക്ഷൻ കുറയും. ഫാക്ടേഴ്സ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുക? അങ്ങ് പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇത് നല്ലൊരു ചോദ്യമായിട്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം എഴുതാനായിട്ട് പറ്റണം. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇൻസർട്ട് കോപ്പർ വയറും എന്നൊക്കെ പറഞ്ഞേക്കും. സോ ട്രാൻസ്ഫോമർ എന്താണ് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോവുകയാണെ. ട്രാൻസ്ഫോമർ ഈസ് എ ഡിവൈസ് that work on the principle of mutual induction. Transformer changes AC voltage without changing the power. ഇനി ട്രാൻസ്ഫോമർ രണ്ട് തരത്തിലുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, വോൾട്ടേജ് കൂട്ടാനും കുറയ്ക്കാനും നമുക്ക് ആരെ കൊണ്ട് പറ്റും? ട്രാൻസ്ഫോമറിനെ കൊണ്ട് പറ്റും. അപ്പോൾ നമുക്ക് ട്രാൻസ്ഫോമർ എത്ര ടൈപ്പ് ഉണ്ട്? രണ്ട് ടൈപ്പിലാണ് ഉള്ളത്. എത്ര ടൈപ്പിലാണ് ഉള്ളത്? രണ്ട് ടൈപ്പിലാണ് ഉള്ളത്. ഒന്ന് വോൾട്ടേജ് കൂട്ടുന്ന ട്രാൻസ്ഫോമർ, ഒന്നെന്താണ്? വോൾട്ടേജ് കൂട്ടുന്ന ട്രാൻസ്ഫോമർ. നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. ഇനി വോൾട്ടേജ് കുറയ്ക്കുന്ന ട്രാൻസ്ഫോമർ ഉണ്ട്, ആവശ്യമുണ്ട്. കുറയ്ക്കുന്ന ട്രാൻസ്ഫോമർ ഉണ്ട്, അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് പറയും. അപ്പോൾ പവറിൽ വ്യത്യാസമില്ലാതെ വോൾട്ടേജ് കൂട്ടുന്നത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, വോൾട്ടേജ് കുറയ്ക്കുന്നത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ഇതാ ഈ കാണുന്ന ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ സൂക്ഷിച്ചൊന്ന് നോക്കിയേ. നമ്മുടെ ആവശ്യം വോൾട്ടേജ് കൂട്ടുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ പറഞ്ഞു ടേണുകളുടെ എണ്ണം കൂടിയാൽ ഇൻഡക്ഷൻ കൂടും. ഇവിടെ നോക്ക്, നമ്മൾ കൊടുക്കുന്ന കറണ്ടാണ് പ്രൈമറി. അപ്പോൾ ഏതൊരു ട്രാൻസ്ഫോമർ എടുത്താലും എത്ര കോയിൽ ഉണ്ടാവും? അതിനകത്ത് രണ്ടെണ്ണം. ആദ്യത്തേതിന് നമ്മൾ പ്രൈമറി എന്ന് വിളിക്കും, രണ്ടാമത്തേതിന് നമ്മൾ സെക്കൻഡറി എന്ന് വിളിക്കും. കറണ്ട് കൊടുക്കുന്നതിനെയാണ് നമ്മൾ പ്രൈമറി, നമ്മൾ കറണ്ട് എടുക്കുന്നതിനെയാണ് നമ്മൾ എപ്പോഴും എന്ത് വിളിക്കുന്നത്? സെക്കൻഡറി എന്ന് വിളിക്കുന്നത്. ഇത് ഓർത്ത് വയ്ക്കുക. നമ്മൾ കറണ്ട് കൊടുക്കുന്നത് പ്രൈമറി, നമ്മൾ കറണ്ട് എടുക്കുന്നത് സെക്കൻഡറി. അപ്പോൾ ഇതിലെ എണ്ണത്തിൻ്റെ വ്യത്യാസമൊക്കെ വെച്ചിട്ടാണ് രണ്ട് തരം ട്രാൻസ്ഫോമർ ഉള്ളത്. ഏതൊക്കെയാണ്? സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗണും. സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗണും നമുക്ക് നോക്കാം. രണ്ട് തരം. സ്റ്റെപ്പ് അപ്പ് എന്തിനുപയോഗിക്കും? ഇൻക്രീസ് വോൾട്ടേജ്. സ്റ്റെപ്പ് ഡൗൺ എന്തിനുപയോഗിക്കും? ടു ഡിക്രീസ് വോൾട്ടേജ്. ഇതിപ്പോൾ രണ്ട് തരത്തിലാണ് ഉള്ളത്, സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗൺ. ശ്രദ്ധിച്ചു കേട്ടോ. ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ നിങ്ങൾ നോക്കുമ്പോൾ ഇതുപോലെ ഇരിക്കും കാണാൻ. കുറച്ചുകൂടി വലിയ പടം ഇതാണ് അല്ലേ? നോക്കിക്കോ. നമ്മൾ കറണ്ട് ഇവിടെ കൊടുക്കും, പ്രൈമറി കൊടുക്കും. കണ്ടോ, ഇൻപുട്ട് എന്ന് എഴുതി വെച്ചേക്കുന്നുണ്ടോ? നമ്മൾ കറണ്ട് കൊടുക്കുന്നത് ഇൻപുട്ടായിട്ടുള്ള പ്രൈമറിയിൽ. പ്രൈമറി സൂക്ഷിച്ച് നോക്കിയേ, ഇതാ വന്നു 1 2 3 4 5 6, ഒരു 6 ടേണേ ഉള്ളൂ. സെക്കൻഡറി സൂക്ഷിച്ച് നോക്കിയേ, 1 2 3 4 5 6 7 8 9 10 11 12 13 14 ടേണുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം, ടേണ് കൂടിയാൽ മ്യൂച്വൽ ഇൻഡക്ഷൻ കൂടും, മ്യൂച്വൽ ഇൻഡക്ഷൻ കൂടിയാൽ വോൾട്ടേജും കൂടും. അപ്പോൾ പ്രൈമറി കൊടുക്കുന്ന വോൾട്ടേജിനേക്കാളും കൂടിയ വോൾട്ടേജ് നമുക്ക് സെക്കൻഡറി കിട്ടും. അങ്ങനെ കിട്ടിയാൽ ആ ട്രാൻസ്ഫോമറിനെ വിളിക്കുന്ന പേരാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. അപ്പോൾ സ്റ്റെപ്പ് ട്രാൻസ്ഫോമർ സൂക്ഷിച്ച് നോക്കിയേ, എന്തുവാണ്? പ്രൈമറിയിലെ, അപ്പോൾ നമുക്ക് പ്രൈമറിയെ പി എന്ന് വിളിക്കാം, സെക്കൻഡറി എസ് എന്ന് വിളിക്കാം. പ്രൈമറിയെ പി എന്ന് വിളിക്കാം, സെക്കൻഡറി എസ് എന്ന് വിളിക്കാം. അപ്പോൾ പ്രൈമറി വോൾട്ടേജിന് നമുക്ക് വി പി എന്ന് വിളിക്കാം, സെക്കൻഡറി വോൾട്ടേജിന് വി എസ് എന്ന് വിളിക്കാം. പ്രൈമറിയിലുള്ള ടേണിൻ്റെ എണ്ണത്തിന് നമുക്ക് എൻ പി എന്നും സെക്കൻഡറിയിലുള്ള ടേൺസിൻ്റെ എണ്ണത്തിന് എൻ എസ് എന്നും വിളിക്കാം. ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, പ്രൈമറി വോൾട്ടേജിനേക്കാളും കൂടുതലായിരിക്കും സെക്കൻഡറി വോൾട്ടേജ്. സെറ്റല്ലേ? ഈ സിമ്പിൾ അറിയാമല്ലോ അല്ലേ? ഇത് ഈ വാ തുറന്നിരിക്കുന്നതാണ് വലുത്, വാ തുറന്നിരിക്കുന്ന വലുത്, അപ്പോൾ വലുത് സെക്കൻഡറി. ഇനി ടേൺസിൻ്റെ എണ്ണം നോക്കിയപ്പോഴോ, നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി എന്ന് പറയുന്നത് എന്താണ്? കുറവാണ്. നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി ആണ് കൂടുതൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ വോൾട്ടേജ് കൂടുതലും സെക്കൻഡറിയിൽ, ടേൺസ് കൂടുതലും സെക്കൻഡറി. കാരണം ടേൺസ് കൂടുമ്പോൾ മ്യൂച്വൽ ഇൻഡക്ഷൻ കൂടുന്നു, സോ കിട്ടും. ഇനി ഇതിൻ്റെ തിക്നെസ് മാത്രം ഒന്ന് ശ്രദ്ധിക്കണേ. തിക്നെസ് പ്രൈമറിയിലാണ് കൂടുതൽ. കണ്ടോ, എണ്ണം കൂട്ടുമ്പോൾ നിങ്ങൾ ആലോചിച്ച്, അത് വേറൊന്നും കൊണ്ടല്ല, പവർ സെയിം ആക്കട്ടെ എടാ, പവർ സെയിം ആക്കണം. പിന്നെ ലോജിക്ക് ഇത്രയേ ഉള്ളൂ, നമുക്ക് പ്രൈമറിയിൽ വോൾട്ടേജ് കുറവാണ്, പക്ഷെ അതേ വോൾട്ടേജ് അല്ല നമുക്ക് അപ്പുറത്ത് വേണ്ട, അപ്പോൾ നമ്മൾ വോൾട്ടേജ് കൂട്ടും. അപ്പോൾ പ്രൈമറിയിലെ ടേൺസ്, ഈ വയറിൻ്റെ കട്ടി എന്ന് പറയുന്ന ഒരു അല്പം കൂടുതലായിരിക്കും, ഇവിടെ കട്ടി എന്തായിരിക്കും? കുറവായിരിക്കും. തൽക്കാലം കൺഫ്യൂഷൻ ഒഴിവാക്കാൻ നിങ്ങൾ ഇങ്ങനെ അങ്ങ് ഓർത്ത് വയ്ക്കുക, കൂടുതൽ വിശദീകരിക്കുന്നില്ല, ഇത്രയും വെച്ച് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് വെച്ചാൽ വോൾട്ടേജ് കൂട്ടുന്ന ട്രാൻസ്ഫോമർ. എങ്ങനെ വോൾട്ടേജ് കൂട്ടും? ടേൺസുകളുടെ എണ്ണം കൂട്ടും. ടേൺസിൻ്റെ എണ്ണം കൂടുമ്പോൾ വോൾട്ടേജും കൂടും. സോ സെക്കൻഡറി ടേൺസിൻ്റെ എണ്ണം കൂടുതൽ, അവിടുത്തെ വോൾട്ടേജും കൂടുതൽ. സോ ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് എ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. സെറ്റ് അല്ലേ?
ഓക്കെ അല്ലേ? അപ്പോൾ പ്രൈമറി കോയിൽ ഹാസ് ഫ്യൂവർ നമ്പർ ഓഫ് ടേൺസ് ദാൻ സെക്കൻഡറി. തിൻ വയർ ആയിരിക്കും പ്രൈമറിയിൽ ഉണ്ടാവും. തിൻ വയർ ഇസ് യൂസ്ഡ് ഇൻ ദ പ്രൈമറി കോയിൽ. ഓക്കെ, ഇവിടെ തിൻ വയർ എന്നല്ലല്ലോ, ഇവിടെ തിക്ക് വയർ എന്നല്ല, എനിക്ക് മിസ്റ്റേക്ക് ആണെന്ന് തോന്നണേ. ഇത് നോക്കേണ്ടത് തൽക്കാലം. യൂസ്ഡ്, ഞാൻ നോട്ട് നിങ്ങൾ അയച്ചു വരുമ്പോൾ ശ്രദ്ധിച്ചോളാം. യൂസ്ഡ് ടു ഇൻക്രീസ് ദ വോൾട്ടേജ്, അല്ലെ, വോൾട്ടേജ് കൂട്ടാൻ ഉപയോഗിക്കുന്നതാണ് എന്ത്, ഇത് തിന്നല്ല, ഇവിടെ തിക്ക് വയറാണ് വരുന്നത് കേട്ടോ. ഇവിടെ എന്താണ് തിക്ക് വയറാണ് വരുന്നത്. വേണമെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ കറക്റ്റ് ചെയ്ത് പഠിച്ചു, തിന്നല്ല കേട്ടോ, ഇത് തിക്കാണ്. തിക്ക് വയറാണ് പ്രൈമറിയിലുള്ളത്, തിൻ വയറാണ് സെക്കൻഡറിയിലുള്ളത്. ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചോളേ. സെറ്റ് അല്ലേ? അപ്പോൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിലോട്ട് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല. ഓക്കെ ഓക്കെ ഓക്കെ, നോക്കിക്കോ, ഇവിടെ സ്റ്റെപ്പ് ഡൗൺ ആണ്. പേരെന്തുവാണ്? സ്റ്റെപ്പ് ഡൗൺ ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, സ്റ്റെപ്പ് ഡൗൺ എന്ന് പറയുമ്പോൾ വോൾട്ടേജ് കുറയ്ക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ജോലി എന്ന് പറയുന്നത്. അതെ. അപ്പോൾ എങ്ങനെ കുറയ്ക്കും? ടേൺസ് കുറച്ചാൽ മതി. ടേൺസ് കുറച്ചാൽ നോക്ക്, പ്രൈമറിയിലാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. ടേൺസിൻ്റെ എണ്ണം നോക്ക്, 1 2 3 4 5 6 7 8 9 10 11 ഉണ്ട്. സെക്കൻഡറിയിലാണെങ്കിലോ ടേൺസിൻ്റെ എണ്ണം കുറവാണ്. അപ്പോൾ നോർമലി എന്ത് പറ്റും? ഇവിടെ ഉണ്ടാകുന്ന ഇൻഡക്ഷൻ്റെ അളവും കുറവായിരിക്കും. സോ സെക്കൻഡറിയിൽ ഉണ്ടാകുന്ന വോൾട്ടേജും കുറവായിരിക്കും. അപ്പോൾ നമുക്കറിയാം, P ഫോർ പ്രൈമറി, S ഫോർ സെക്കൻഡറി. പ്രൈമറിയിലുള്ള വോൾട്ടേജിനെ VP എന്ന് വിളിക്കും, സെക്കൻഡറിയിലുള്ള വോൾട്ടേജിനെ VS എന്ന് വിളിക്കും. പ്രൈമറിയിലുള്ള നമ്പർ ഓഫ് ടേൺസിനെ NP എന്ന് വിളിക്കും, സെക്കൻഡറി നമ്പർ ഓഫ് ടേൺസ് നമ്മൾ എന്ത് വിളിക്കും? NS എന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം, വോൾട്ടേജ് ഇൻ ദ പ്രൈമറി ആയിരിക്കും കൂടുതൽ, വോൾട്ടേജ് ഇൻ ദ സെക്കൻഡറി ആയിരിക്കും കുറവ്. നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി ആയിരിക്കും കൂടുതൽ, നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി ആയിരിക്കും കുറവ്. അപ്പോൾ ടേൺസിൻ്റെ എണ്ണം കുറച്ചുകൊണ്ട് നമുക്കിവിടെ വോൾട്ടേജ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ സ്റ്റെപ്പ് ട്രാൻസ്ഫോമർ ആയിരിക്കും എന്തായിരിക്കും? വയർ. ഇനി വയറിൻ്റെ തിക്നെസ് നോക്കിയേ, വയറിൻ്റെ തിക്നെസ് നോക്കിയേ, ഇവിടെ തിൻ വയർ ആയിരിക്കും, ഇവിടെ എന്തായിരിക്കും? തിക്ക് വയർ ആയിരിക്കും. അപ്പോൾ ടേൺസിൻ്റെ എണ്ണം കൂടുമ്പോൾ വയർ തിന്നാക്കും, ടേൺസിൻ്റെ എണ്ണം കുറയുമ്പോൾ വയറിനെ തിക്കാക്കും. അങ്ങനെ ആലോചിച്ച് വെച്ചാൽ അത് കിട്ടും. അപ്പോൾ ടു വിച്ച് കോയിൽ ഈസ് ദ ട്രാൻസ്ഫോമർ AC ഈസ് സപ്ലൈഡ്? പ്രൈമറിയിലോട്ടാണ്. വിച്ച് കോയിൽ ഈസ് AC ഇൻഡ്യൂസ്ഡ്? സെക്കൻഡറിയിലാണ്. വാട്ട് ആർ ദ സ്ട്രക്ചറൽ ഡിഫറൻസസ് നോക്കിയാൽ, സ്റ്റെപ്പ് ഡൗണിനകത്താണെങ്കിൽ തിൻ വയർ, അപ്പോൾ സ്റ്റെപ്പ് അപ്പിലാണെങ്കിൽ എന്തായിരിക്കും? തിക്ക് വയർ ആയിരിക്കും പ്രൈമറിയിൽ. പ്രൈമറി ഹാസ് ലെസ്സർ നമ്പർ ഓഫ് ടേൺസ് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? സെക്കൻഡറിയിലാണ് എന്തുള്ളത്? ലെസ്സർ നമ്പർ ഓഫ് എന്ത് വരുന്നത്? ടേൺസ് വരുന്നത്. അപ്പോൾ ഇതാണ് പ്രൈമറിയും സെക്കൻഡറിയും തമ്മിലുള്ള എന്തെന്ന് പറയുന്നത്? വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ പ്രൈമറി സെക്കൻഡറി വ്യത്യാസം മനസ്സിലായില്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ ഇതൊന്ന് മാറ്റിക്കൊള്ളണേ, ഇത് ഒന്ന് മാറ്റിക്കൊള്ളണേ. പ്രൈമറിയിൽ എന്താണ്? തിൻ വയറാണ്. ഓക്കെ, ബാക്കിയൊക്കെ സേവ് തരും. സെറ്റ്. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ട്രാൻസ്ഫോമറും അതിൻ്റെ പ്രൈമറിയും സെക്കൻഡറിയും എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? മലയാളം മീഡിയത്തിലോട്ട് പോകാൻ ഒരു മാറ്റവും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് പറയാത്തത്. സ്റ്റെപ്പ് അപ്പിന് സ്റ്റെപ്പ് അപ്പ് എന്ന് തന്നെയാണ്, സ്റ്റെപ്പ് ഡൗൺ എന്ന് തന്നെയാണ് പറയുന്നത്. ഒരു മാറ്റവും ഇല്ല. ഓക്കെ. പ്രൈമറി വണ്ണം തിക്നെസിൻ്റെ മലയാളം വണ്ണം എന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നതല്ലേ. അപ്പോൾ പ്രൈമറിയിൽ എന്ന് പറയുമ്പോൾ നോക്കിക്കണ്ട് എന്താണ്? ഇതാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ അല്ലേ. ഇതെന്താണ്? സ്റ്റെപ്പ് അപ്പ് എന്ന് പറയുമ്പോൾ ടേൺസിൻ്റെ എണ്ണം കൂടണം. സോ ടേൺസിൻ്റെ എണ്ണം ഇവിടെ കൂടുതലാണ്, പക്ഷേ തിൻ വയർ ആവും. ഇവിടെ ടേൺസിൻ്റെ എണ്ണം കുറവാണ്, അപ്പോൾ തിക്ക് വയർ ആവും. അടുത്തിവിടെ ആണെങ്കിലോ ടേൺസിൻ്റെ എണ്ണം കുറവാണ്, തിക്ക് വയർ. ഇവിടെ ആണെങ്കിൽ ടേൺസിൻ്റെ എണ്ണം കൂടുതലാണ്, തിൻ വയർ. വ്യത്യാസവും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കടാ. ഹൗ ഡസ് ട്രാൻസ്ഫോമർ ചേഞ്ചസ് വോൾട്ടേജ്? ബൈ ചേഞ്ചിങ് ദ നമ്പർ ഓഫ് ടേൺസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അല്ലെങ്കിൽ ഞാനിവിടെ അതൊരു ഉത്തരമായിട്ട് കൊടുത്തിട്ടുണ്ട്. നോക്കിയേ. എ ട്രാൻസ്ഫോമർ ചേഞ്ചസ് വോൾട്ടേജ് യൂസിങ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഓക്കെ. When AC flows through the primary, it creates a changing magnetic field in the transformer coil. The changing magnetic field passes through the secondary, inducing a voltage. ഇതാണല്ലോ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചത്. സോ ദ എമൗണ്ട് ഓഫ് വോൾട്ടേജ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ സെക്കൻഡറി കുറേ കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യും. എന്തൊക്കെയായിരിക്കും? ഒന്ന് നമ്പർ ഓഫ് ടേൺസ്. അതായത് സെക്കൻഡറി ഹാസ് മോർ നമ്പർ ഓഫ് ടേൺസ്. സെക്കൻഡറി ടേൺസിൻ്റെ എണ്ണം കൂടുതലാണെങ്കിൽ വോൾട്ടേജ് അവിടെ കൂടും. സെക്കൻഡറി ടേൺസിൻ്റെ എണ്ണം കുറവാണെങ്കിൽ വോൾട്ടേജിൻ്റെ എണ്ണം കുറയും. അപ്പോൾ ടേൺസിൻ്റെ എണ്ണം കൺട്രോൾ ചെയ്തിട്ടാണ് ഈ പറയുന്ന ട്രാൻസ്ഫോമറിൽ വോൾട്ടേജ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത് ത്രൂ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. വോൾട്ടേജ് ഇൻ ദ സെക്കൻഡറി ബൈ വോൾട്ടേജ് ഇൻ ദ പ്രൈമറി ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി ബൈ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി. ഈ റേഷ്യോ എന്ന് പറയുന്നത് എപ്പോഴും സെയിം അല്ലേ? ഇങ്ങനെ എഴുതുന്ന ഈ സാധനത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ട്രാൻസ്ഫോർമർ ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? ട്രാൻസ്ഫോർമർ ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താ ട്രാൻസ്ഫോമർ ഇക്വേഷൻ പറയുന്നത്? ട്രാൻസ്ഫോമർ ഇക്വേഷൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. VS ബൈ VP ഇസ് ഈക്വൽ ടു NS ബൈ NP. ഇത് പഠിച്ചു വെച്ചോളൂ. ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? പ്രോബ്ലം ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ VS ബൈ VP ഇസ് ഈക്വൽ ടു എന്തുവാണ്? NS ബൈ NP. ഇതിൽ VS എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്സിൽ നിന്ന് നമുക്കറിയാം വോൾട്ടേജ് ഇൻ സെക്കൻഡറി.
വി പി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാണ്? വോൾട്ടേജ് ഇൻ എന്താണ്? പ്രൈമറി. എൻ എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി. എൻ പി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി. അപ്പോൾ വി എസ് ബൈ വി പി, ഇത് കാണാതെ പറഞ്ഞു തന്നെ പഠിച്ചോ. വി എസ് ബൈ വി പി ഇസിക്വൽ ടു എൻ എസ് ബൈ എൻ ബി, വി എസ് ബൈ വി പി ഇസിക്വൽ ടു എൻ എസ് ബൈ എൻ ബി, വി എസ് ബൈ വി പി ഇസിക്വൽ ടു എൻ എസ് ബൈ എൻ പി. ഇതാണ് നമ്മുടെ ഫോർമുല എന്ന് പറയും. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചെയ്യാനായിട്ടുണ്ടാവും. ഓക്കെ, ചോദ്യം ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ചോദ്യങ്ങൾ ഉറപ്പായിട്ട് പരീക്ഷയ്ക്ക് വരും. ഒരു ചോദ്യം ടെക്സ്റ്റ് ബുക്ക് ചെയ്ത് തന്നിട്ടുണ്ട്, നമുക്കത് ചെയ്ത് നോക്കാം. സംഭവം ഇത്രയേ ഉള്ളൂ. നോക്കി, ചോദ്യം വായിച്ചിട്ട് തന്നിട്ടുള്ളത് എൻ എസ് ആണോ എൻ പി ആണോ വി എസ് ആണോ വി പി ആണോ എന്ന് കണ്ടുപിടിക്കുന്നതാണ് ഇവിടുത്തെ ഏറ്റവും ചലഞ്ചിങ്. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഫോർമുല എടുത്തിട്ട് ചെയ്യാൻ ഒരു പാടുമില്ല. നോക്കാം. എ ട്രാൻസ്ഫോമർ വിത്ത് നോ പവർ ലോസ് ഓപ്പറേറ്റിംഗ് അറ്റ് 230 വോൾട്ട്. അപ്പോൾ ഈ ഓപ്പറേറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് ഇൻപുട്ട് ആണെന്ന് ഓർത്തോളണേ. ഓപ്പറേറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇൻപുട്ട്. നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്നതാണ് ഓപ്പറേറ്റിംഗ് വോൾട്ടേജ്. സപ്ലൈ വോൾട്ടേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡറി ആണെന്ന് ഓർത്ത് വെച്ചോളണം. അപ്പോൾ ഓപ്പറേറ്റിംഗ് എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടും, സപ്ലൈസ് എന്ന് വെച്ചാൽ സെക്കൻഡറി. ടു എൻ ഇലക്ട്രിക് ബെല്ല് കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി. നമ്പർ ഓഫ് ടേൺസ് സെക്കൻഡറി കണ്ടുപിടിക്കണം. പ്രൈമറിയിലെ ടേൺസിന് എണ്ണം തന്നിട്ടുമുണ്ട്. അപ്പോൾ എഴുതുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി എന്ന് പറയുന്നത് എന്താണ്? എൻ പി. ഇത് എത്രയാണ്? 4000 ആണ്. അപ്പോൾ 4000 എടുത്തു. ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ പറഞ്ഞു, അത് വോൾട്ടേജ് ഇൻ പ്രൈമറി ആണ്. ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് എത്രയാണ്? 240 വോൾട്ട്. അടുത്ത് വോൾട്ടേജ് ഇൻ സെക്കൻഡറി, അതായത് സപ്ലൈസ് വോൾട്ടേജ് വന്നിട്ടുണ്ട് എത്രയാണ്? 12 വോൾട്ട് എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം എന്താണ്? വി എസ് ബൈ വി പി എന്ന് പറയുന്നത് എന്താണ്? എൻ എസ് ബൈ എൻ പി ആണ്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? എൻ എസ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് എൻ എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? വി എസ് ബൈ വി പി. ഈ എൻ പി മോളിൽ പോകുമ്പോൾ എന്തായിരിക്കും? ഇൻറ്റു എൻ പി എന്ന് വരും. അപ്പോൾ എന്ത് വരും? ഈ പറയുന്ന എൻ എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വി എസ് എത്ര? വി എസ് എത്ര? വി എസ് അച്യുതാനന്ദനല്ല, വി എസ് 12 ഇൻറ്റു എൻ പി എന്ന് വെച്ചാൽ എത്രയാണ്? നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി പ്രൈമറി 4000. എത്രയാണ്? 4000 ഡിവൈഡഡ് ബൈ വോൾട്ടേജ് ഇൻ പ്രൈമറി എത്രയാണ്? 240. 0 വെട്ടുമ്പോൾ 24 12 അല്ലേ? 1/2. 400ൻ്റെ പകുതി എത്രയാണ്? 200. 200 ടേൺസ് എന്ന് കിട്ടും. എത്ര കിട്ടും? 200 ടേൺസ് എന്ന് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ചോദ്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, അടുത്തൊരു ചോദ്യമുണ്ട്. ഓക്കെ, ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതാ തന്നിട്ടുണ്ട്. എ ട്രാൻസ്ഫോമർ വിത്ത് നോ പവർ ലോസ് ഓപ്പറേറ്റിംഗ് അറ്റ് ഇൻപുട്ട് വോൾട്ടേജ്. അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് വെച്ചാൽ അപ്പോൾ നിങ്ങൾ അപ്പോൾ തന്നെ പറയുക അല്ലെ, വോൾട്ടേജ് ഇൻ ദ പ്രൈമറി ആണ് ഇൻപുട്ട് വോൾട്ടേജ്. എത്രയാണ്? 230 വോൾട്ട്. ഹാസ് 120 ടേൺസ്. അപ്പോൾ അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി എന്ന് പറയുന്നത് എന്താണ്? 120 ടേൺസ് ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഫുള്ളൊന്ന് വായിച്ചിട്ട് എഴുതി തുടങ്ങിയാൽ മതി കേട്ടോ. നിങ്ങൾ ആദ്യം ഇങ്ങനെ എഴുതി പോകണമെന്നില്ല. ഇൻ ദ സെക്കൻഡറി ഓക്കെ, നമ്പർ ഓഫ് ടേൺസ് ഓക്കെ ഒന്നുകൂടി നോക്കട്ടെ. കണ്ടോ? ഓക്കെ കണ്ടോ? ഓക്കെ, തെറ്റ് വന്നിട്ടുണ്ട്. എ ട്രാൻസ്ഫോമർ വിത്ത് നോ പവർ ലോസ് ഓപ്പറേറ്റിംഗ് അറ്റ് ആൻ ഇൻപുട്ട് വോൾട്ടേജ് ഓഫ് 230 വോൾട്ട്. അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് 230 വോൾട്ട് ഹാസ് 120 ടേൺസ് ഇൻ ദ സെക്കൻഡറി. കണ്ടോ? ചാടികടി എഴുതുമ്പോൾ തെറ്റ് കണ്ടോ? എനിക്ക് ഇപ്പോൾ തെറ്റ് പറ്റി കണ്ടോ? നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി ആണ് എത്രയെന്ന് പറയുന്നത്? 120. അതിൻ്റെ 1200 ടേൺസ് ഇൻ ദ പ്രൈമറി. അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി 2 തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ തെറ്റിക്കാനായിട്ട് പല പരിപാടികൾ ചോദ്യത്തിലുണ്ടാവും. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് എഴുതുന്നതിലാണ് കാര്യം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ നേരത്തെ എഴുതിയ പോലെ ശ്രദ്ധിക്കാതെ ചെയ്താൽ തീർന്നു. നമ്മൾ ചെയ്തിട്ട് ഉത്തരം കിട്ടിയെന്ന് പറഞ്ഞ് വീട്ടിൽ വരും, ഉത്തരം തെറ്റും. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ്? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? സെക്കൻഡറി വോൾട്ടേജ് ആണ് വേണ്ടത്. ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ സെക്കൻഡറി. ഫോർമുല ഒരു മാറ്റമില്ല. വി എസ് ബൈ വി പി ഇസ് എൻ എസ് ബൈ എൻ പി അല്ലേ? അപ്പോൾ വി എസ് ബൈ വി പി ഇസ് ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? വി എസ് ആണ്. ക്രോസ് മൾട്ടിപ്ലൈ ആകുമ്പോൾ എന്താവും? വി പി ഇൻറ്റു, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ എഴുതാം അല്ലേ, എൻ എസ് ബൈ എൻ പി ഇൻറ്റു വി പി. ചെയ്യുമ്പോൾ എത്ര കിട്ടും? എൻ എസ് എത്ര കിട്ടും? 120 ഇൻറ്റു വി പി എത്രയാണ്? വി പി 230 ബൈ എൻ പി എത്രയാണ്? എൻ പി 1200 വെട്ടി നമുക്ക് എത്ര കിട്ടും? 23 വോൾട്ട് എന്ന് കിട്ടും. എത്ര കിട്ടും? 23 വോൾട്ട് എന്ന് കിട്ടും. സോ അതവിടെ തന്നിട്ടുണ്ട്. 23 വോൾട്ടാണ് നമ്മുടെ ഉത്തരം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മളിവിടെ നമ്മുടെ ചോദ്യങ്ങൾ ചെയ്യേണ്ടത്. ഇതാണ് നമ്മുടെ ചോദ്യങ്ങൾ ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത്.
സെറ്റല്ലേ? ഇനി ഇവിടെ ഒരു പോയിന്റും കൂടി ഉള്ളത്, വേറൊന്നുമല്ല, സംഭവം ഇത്രയേ ഉള്ളൂ. ട്രാൻസ്ഫോമർ വിത്തൗട്ട് നോ പവർ ലോസ് എന്ന് പറയുമ്പോൾ പ്രൈമറി പവറും സെക്കൻഡറി പവറും എന്തായിരിക്കും ഇവിടെ? ഈക്വൽ ആയിരിക്കും. അതുകൂടി ഒന്ന് ഓർത്തോളണം. പ്രൈമറി പവറും സെക്കൻഡറി പവറും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം. നോക്ക്, പ്രൈമറി പവർ നമുക്ക് പി പി എന്ന് വിളിക്കാം, സെക്കൻഡറി പവർ നമുക്ക് പി എസ് എന്ന് വിളിക്കാം. നമുക്കറിയാം പവറിൻ്റെ ഫോർമുല എന്താ? വോൾട്ടേജ് ഇൻറ്റു കറണ്ട് അല്ലേ? അപ്പോൾ പ്രൈമറി വോൾട്ടേജ് ഇൻറ്റു പ്രൈമറി കറണ്ട് എന്ന് പറയുന്നത് സെക്കൻഡറി വോൾട്ടേജ് ഇൻറ്റു സെക്കൻഡറി കറണ്ട് എന്നല്ലേ? അപ്പോൾ വി പി ഇൻറ്റു ഐ പി ഇസ് ഈക്വൽ ടു വി എസ് ഇൻറ്റു ഐ എസ് എന്ന് പറഞ്ഞ് നമുക്ക് വോൾട്ടേജിനെയും കറണ്ടിനെയും റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷനും കിട്ടൂലേ? അപ്പോൾ ഇതിൽ നിന്ന് ആലോചിച്ച് നോക്കടാ, ഇതിൽ നിന്ന് എഴുതി നോക്ക്. വി എസ് ബൈ വി പി ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? അത് ഐ പി ബൈ ഐ എസ് ആയിരിക്കും. ഇതെന്തായിരിക്കും? ഐ പി ബൈ ഐ എസ് ആയിരിക്കും. അപ്പോൾ വോൾട്ടേജിനെ കറണ്ടിനെ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഇത്, വോൾട്ടേജിനെ നമ്പർ ഓഫ് ടേൺസിനെ കറക്റ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഇത്. അപ്പോൾ മൊത്തം 2 ഇക്വേഷൻസ് നമുക്കിവിടെ പഠിക്കണം. അതായത് അവിടെ തന്നു കിട്ടും. കണ്ടോ, ഐ പി ബൈ ഐ എസ് ഇസ് ഈക്വൽ ടു വി എസ് ബൈ വി പി. അപ്പോൾ ഇതാണ് സംഭവം. സെക്കൻഡറി വോൾട്ടേജ് ഇൻ ദ സ്റ്റെപ്പ് ഓഫ് ട്രാൻസ്ഫോമർ വിൽ ബി ഹയർ ദാൻ ദ പ്രൈമറി വോൾട്ടേജ് ആൻഡ് ദ കറണ്ട് വിൽ ബി ലോ. എന്ന് വെച്ചാൽ വേറൊന്നുമില്ല ഇതിൻ്റെ അർത്ഥം. നിങ്ങൾ എത്ര ആലോചിച്ചാൽ മതി. നമ്മൾ നേരത്തെ പറഞ്ഞു, പവർ ചേഞ്ച് ചെയ്യാതെ നമ്മൾ വോൾട്ടേജ് കൂട്ടിയാൽ കറണ്ട് എന്ത് ചെയ്യും? കുറയും. അടുത്ത് പവർ ചേഞ്ച് ചെയ്യാതെ നമ്മൾ വോൾട്ടേജിനെ കുറച്ചാൽ കറണ്ട് എന്ത് ചെയ്യും? കൂടും. അതായത് നമ്മളിപ്പോൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എടുത്താൽ വോൾട്ടേജ് കൂട്ടും. സോ സ്വാഭാവികമായും അവിടെ കറണ്ട് എന്ത് ചെയ്യണം? കുറയണം. അത് മറന്നു പോകരുത്. അതുപോലെ സ്റ്റെപ്പ് ഡൗൺ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അവിടെ വോൾട്ടേജ് നമ്മൾ സെക്കൻഡറി കുറയ്ക്കുമ്പോൾ ഉറപ്പായിട്ട് സെക്കൻഡറിയിലെ കറണ്ട് എന്ത് ചെയ്യും? കൂടും. അപ്പോൾ തിക്ക് വയറും തിൻ വയറും ഉപയോഗിച്ചതിൻ്റെ ലോജിക്ക് നിങ്ങൾക്ക് ഇപ്പോൾ പിടിയിട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൽ സെക്കൻഡിൽ ടേൺസിൻ്റെ എണ്ണം കുറഞ്ഞപ്പോൾ നമ്മളുടെ കട്ടി കൂടിയ വയർ ഉപയോഗിച്ച് എന്താ? അവിടെ കറണ്ട് കൂടുതലാണ്. അപ്പോൾ കൂടുതൽ കറണ്ട് പോകണമെങ്കിൽ വയറിൻ്റെ തിക്നെസ് നോർമലി എന്ത് ചെയ്യണം? കൂട്ടണം. അത് ഞാൻ അവിടെ പറഞ്ഞാൽ കൺഫ്യൂഷൻ വരും എന്നുള്ളതാണ് ഞാനത് മാറ്റി വെച്ചത്. ഇപ്പോൾ പിടികിട്ടി കാണുമല്ലോ നമ്മൾ എന്തുകൊണ്ടാണ് ഈ തിക്ക് വയർ ഉപയോഗിക്കുന്നതെന്ന്. കാരണം കറണ്ട് കൂടും, വോൾട്ടേജ് കുറയുമ്പോൾ അവിടെ കറണ്ട് കൂടും. സോ ഈ കറണ്ട് കൂടുക കുറയുക ചെയ്യുമ്പോൾ അതനുസരിച്ച് നമ്മുടെ വയറിൻ്റെ തിക്നെസ്സിന് എന്ത് ചെയ്യണം? മാറ്റം വരുത്തിയില്ലെങ്കിൽ കത്തിപ്പോവും. അതാണ് സംഭവം. സോ ഇതുകൂടി മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഫോർമുല പിടികിട്ടിയല്ലോ. അപ്പോൾ നമ്മൾ പഠിച്ച 2 ഫോർമുലകൾ നമുക്കൊന്ന് എഴുതാമോ? ഇവിടെ നോക്കിക്കോ. ഇത് ചോദിച്ചിട്ടുള്ള വേറൊന്നുമല്ല, കറണ്ടിന് എന്ത് സംഭവിക്കുമെന്നാണ്. കറണ്ടിന് എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ നിങ്ങൾ ഇതാണ് പറയേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ വോൾട്ടേജ് നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് മാറ്റം വരുമെന്ന് ചോദിച്ചാൽ ഇതാണ്. സോ ഫോർമുല നിങ്ങൾ പഠിച്ചു വയ്ക്കുക. നമുക്ക് ട്രാൻസ്ഫോമർ 2 ഫോർമുലയാണ് ഉള്ളത്. ഒന്ന് വി എസ് ബൈ വി പി ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടേൺസ് വരുമ്പോൾ സെയിം തന്നെ കേട്ടോ, എൻ എസ് ബൈ എൻ പി. കാരണം വോൾട്ടേജ് കൂടുമ്പോൾ നമ്പർ ഓഫ് ടേൺസ് കൂടും, അല്ലെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് കൂടുമ്പോഴാണ് വോൾട്ടേജ് കൂടുന്നത്. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. അതായത് ചേഞ്ച് ഒന്നും വരത്തില്ല. ഇത് തന്നെയാണ് എന്ത്? നമ്മുടെ വോൾട്ടേജ് നമ്പർ ഓഫ് ടേൺസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. പക്ഷേ വോൾട്ടേജും അതുപോലെ കറണ്ടും തമ്മിലുള്ള റിലേഷൻ നിങ്ങൾക്കറിയാം. ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കുറയും. സോ വി എസ് ബൈ വി പി എന്ന് പറഞ്ഞ ഒരിക്കലും ഐ എസ് ബൈ ഐ പി ആവൂല. ഐ പി ബൈ എന്താണ്? ഐ എസ് ഐ ആവും. കാരണം ഇവനും ഇൻവേഴ്സ്ലി പ്രപ്പോർഷൻ, ഇവനും ഇൻവേഴ്സ്ലി പ്രപ്പോർഷൻ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതാണ് അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയും. അപ്പോൾ ഈ 2 ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെച്ചേക്കണം. ചോദ്യത്തിൽ ആരെ തന്നിട്ടുണ്ടെന്ന് അടിസ്ഥാനപ്പെടുത്തി നമ്മൾ വേണം എന്ത് ചെയ്യാൻ? ആരെ എടുക്കണമെന്ന് തീരുമാനിക്കാൻ. അപ്പോൾ വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് കൂടും. അപ്പോൾ അതുകൊണ്ടാണ് തിക്ക് വയറും തിൻ വയറും ഉപയോഗിക്കുന്നത്. ആ ലോജിക്കും പിടിയിട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ ഈ ചോദ്യം നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. ഇനി ട്രാൻസ്ഫോമർ വിത്ത് നോ പവർ ലോസ്, പ്രൈമറി ഹാസ് 3000, സെക്കൻഡറി ഹാസ് 150 ചെയ്ത് നോക്കാം. നോക്കിക്കോ. പിന്നെ ട്രാൻസ്ഫോമർ വിത്ത് നോ പവർ ലോസ്, ദ പ്രൈമറി ഹാസ് 3000 ടേൺസ്. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് എടുത്തെഴുതും അല്ലേ. പ്രൈമറി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എൻ പി അല്ലേ. പ്രൈമറിക്ക് എത്ര ടേൺസ് ഉണ്ട്? 3000 ടേൺസ് ഉണ്ട്. അടുത്ത ആൻഡ് സെക്കൻഡറി ഹാസ് 150 ടേൺസ്. സെക്കൻഡറി എന്ന് പറയുമ്പോൾ എന്തുവാണ്? എൻ എസ് ആ. എത്ര ടേൺസ് ആ ഉള്ളത്? 150. ദ പ്രൈമറി വോൾട്ടേജ് ഈസ് 120 വോൾട്ട്. പ്രൈമറി വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയാണ്? 120 വോൾട്ട് ആണെങ്കിൽ ദ കറണ്ട് ഈസ് 0.1 ആംപിയർ. പ്രൈമറി കറണ്ട് ഐ പി എത്രയാണ്? 0.1 ആംപിയർ ആണ്. 0.1 ആംപിയർ ആണ് പ്രൈമറി കറണ്ട് അല്ലേ രണ്ടും. ഓക്കെ, കാൽക്കുലേറ്റ് സെക്കൻഡറി വോൾട്ടേജിന് സെക്കൻഡറി കറണ്ട്. നമുക്ക് എന്ത് വേണം? വി എസും കണ്ടുപിടിക്കണം, ഐ എസും കണ്ടുപിടിക്കണം. നമുക്ക് ആദ്യം വി എസ് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്കറിയാം വി എസ് കണ്ടുപിടിക്കാൻ എന്തുവാണ് ഫോർമുല? നമുക്കറിയാം വി എസ് ബൈ വി പി ഇസ് ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി. അതിൽ നിന്ന് വി എസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എൻ എസ് ബൈ എൻ പിയുടെ കൂടെ ഇവൻ ക്രോസ് മൾട്ടിപ്ലൈ ആവും, വി പി കൂടെ അങ്ങോട്ട് പോകും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വി എസ് എത്ര കിട്ടും? എൻ എസ് എത്രയാണ്? എൻ എസ്
150 ഇൻറ്റു ബി പി എത്രയാണ് 120 ബൈ എൻ പി എത്രയാണ് 3000. 0 വെട്ടിപ്പോയി 15 അല്ലേ 2 ആവും 12/2 6 എന്ന് വരും. സോ 6 വോൾട്ടാണ് സെക്കൻഡറി വോൾട്ടേജ്. എത്രയാണ് 6 വോൾട്ടാണ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ആളെ കിട്ടി 6 വോൾട്ട്. ഇനി ഇത് വെച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? IS കണ്ടുപിടിക്കണം. നമുക്ക് താഴോട്ട് എഴുതാം. നമുക്കറിയാം ഇക്വേഷൻ എന്താണ്? VS ബൈ VP ഇസ് ഈക്വൽ ടു എന്താണ്? IP ബൈ IS ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് IS ആണ്. അപ്പോൾ IS കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഞാൻ ചെയ്യുന്നത് ആദ്യമേ റെസിപ്രോക്കൽ അങ്ങ് എടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? VP ബൈ VS ഇസ് ഈക്വൽ ടു IS ബൈ IP എന്ന് കിട്ടും. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോൾ തെറ്റും. ഇനി വേണ്ടത് IS ആണ്. ക്രോസ് മൾട്ടിപ്ലൈ നമുക്ക് എളുപ്പമായിട്ട് കിട്ടും. അല്ല IS വേണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ അവിടെ ആരൊക്കെ ഉണ്ട്? അവിടെ VPയും VSും ഉണ്ട്. അവരൊന്നും മാറ്റണ്ട. ഈ താഴെ കിടക്കുന്ന IP അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ IP VS എത്രയാണ്? IS എന്ന് വെച്ചാൽ എത്രയായിരിക്കും? VP എത്ര? VP 120 ബൈ VS എത്ര? 6 ഇൻറ്റു IP എത്ര? 0.1 എന്ന് പറയുമ്പോഴത്തേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 1/10 എന്ന് എടുക്കാം. അല്ലെങ്കിൽ 1/10 എന്ന് എടുക്കാം. അല്ലെ 1/10 എടുത്താൽ ശരിയാവോ? നോക്കട്ടെ. 0 വെട്ടിപ്പോയി 12/6. 12/6 എന്ന് പറയുമ്പോൾ എത്ര? 1 6 2 6 12. ഓക്കെ. അപ്പോൾ നമുക്കിവിടെ IS എന്ന് പറയുന്നത് എത്ര കിട്ടും? 2 ആംപിയർ എന്ന് കിട്ടും. എത്ര കിട്ടും? 2 ആംപിയർ എന്ന് കിട്ടും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? മനസ്സിലായി കാണുമല്ലോ? മനസ്സിലായാലും ജസ്റ്റ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് നോക്കിയാൽ മതി. നമുക്കിവിടെ തന്നിട്ടുള്ള എന്തുവായിരുന്നു? നമുക്ക് NBയും NSും VPയും തന്നു, IPയും തന്നു, VSും ISും കണ്ടുപിടിക്കണം. അപ്പോൾ VS കണ്ടുപിടിക്കാൻ നമ്പർ ഓഫ് ടേൺസും വോൾട്ടേജ് റിലേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? VS കണ്ടുപിടിച്ചു. അടുത്ത് നമ്പർ ഓഫ് ടേൺസും കറണ്ട് റിലേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ISും കണ്ടുപിടിച്ചു. സെറ്റ്. അപ്പോൾ ഇത്രയും കഴിയുമ്പോഴത്തേക്കും നമ്മുടെ എന്ത് പരിപാടി തീർന്നു? ട്രാൻസ്ഫോമർ പരിപാടി തീർന്നു. അപ്പോൾ ഇനി നമ്മൾ ഈ പറയുന്ന കറണ്ട് ഉണ്ടാക്കുന്ന സ്ഥലത്ത് നിന്ന് ഇതിങ്ങനെ വീട് വരെ കൊണ്ടെത്തിക്കുമ്പോൾ എവിടെയൊക്കെയാണ് നമ്മൾ ഈ സ്റ്റെപ്പ് അപ്പ് ഉപയോഗിക്കുന്നത്, എവിടെയൊക്കെയാണ് നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ഉപയോഗിക്കേണ്ടതെന്ന് പഠിക്കണ്ടേ? നമുക്കത് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സോ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വെച്ച് നിർത്തുന്നു. അപ്പോൾ അടുത്ത ക്ലാസ് നമുക്ക് വിശദമായിട്ട് ആ കാര്യം പഠിക്കാം. അപ്പോൾ അതുവരെ ബൈ.